സമയത്തും വരുന്നുണ്ട്. VS കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇത് ഇവിടുത്തെ പൊതുദർശനം ഏതാണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആൾക്കാരെ കയറ്റി വിട്ടിട്ട് VS ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാർട്ടി എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഈ വൈകി 11:30 സമയത്തും VS ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഈ വന്ന് കൂടിയ ജനങ്ങൾ. പോലീസ് വലിയ തീവ്ര ശ്രമം നടത്തുകയാണ് ഈ ആൾക്കാരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താൻ വേണ്ടി. VS ഇറക്കുന്നുവെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ നിന്ന ആൾക്കാരുടെ മുദ്രാവാക്യത്തിന്റെ സ്വരത്തിൽ കുറച്ചുകൂടി ആവേശം അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ്. അത്രയും നെഞ്ചുപൊട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് VS വേണ്ടി അവർ. VS-നോട് കേരളത്തിന് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നുവെന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നുവെന്ന് നമുക്കത് പല ഘട്ടങ്ങളിൽ മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷെ അത് VS മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അർദ്ധരാത്രി നമ്മൾ വീണ്ടും കാണുകയാണ് VS-നോടുള്ള സ്നേഹം. ആ മനുഷ്യനെ വെറുതെ അല്ല അവർ കണ്ണും കരളും മുന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. പോലീസ് അതിനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ 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 പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. കാരണം ഇനിയും വൈകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ നീണ്ടുപോകുമോ, ഈ അർദ്ധരാത്രി അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ രാവിലെ തീരുമാനിച്ച പോലെയുള്ള ക്രമീകരണങ്ങൾ പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് 9 മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് പാർട്ടിക്ക് നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരുന്നു. VS കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ രാത്രി വരും എന്നവർക്ക് അറിയാമായിരുന്നു. ഇന്ന് രാത്രി അവിടെ വീട്ടിലെത്തിച്ച് വേലിക്കകത്ത് അരുണിന്റെ വീട്ടിൽ എത്തിച്ച ശേഷം നാളെ രാവിലെ 9 മണിയോടുകൂടി VS മൃതദേഹം ദർബാർ ഹാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. 9 മണി മുതൽ ഏതാണ്ട് 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ദർബാർ ഹാളിലെ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളൊന്നും അകത്തേക്ക് കയറ്റില്ല. ആൾക്കാർക്ക് ക്യൂ ആയിട്ട് നിന്ന് ഉമ്മൻചാണ്ടി ഏടെ മൃതദേഹം എങ്ങനെയാണോ പൊതുദർശനത്തിൽ വെച്ചത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ആൾക്കാരെ കൊണ്ട് കയറ്റി വിടുന്നത് ക്ലോസ് ചെയ്തു. ആ വിഷ്വൽസ് കണ്ണൻ ഒന്ന് ഇത് ചെയ്യും. ആ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്കത് എത്രത്തോളം പോകാൻ പറ്റും എന്നറിയില്ല. എങ്കിലും അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട് പാർട്ടി. എന്തായാലും VS മൃതദേഹം ഇപ്പോൾ ഇത്രയുള്ള ആൾക്കാർ ഇവിടെ ഈ ക്യൂവിൽ കയറി വന്നിട്ടുള്ള ആൾക്കാരെ പൂർണ്ണമായും കാണിച്ചുകൊണ്ട് VS മൃതദേഹം അല്പസമയത്തിനകം തന്നെ, അധികം വൈകില്ല, ഇനി എന്തായാലും ഒരു 10 മിനിറ്റ് കൂടുതൽ എന്തായാലും വൈകില്ല, ഒരു 11:35 കൂടി ആ മൃതദേഹം പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. പാർട്ടി അത് ഔദ്യോഗിക തീരുമാനമായി എടുത്ത പശ്ചാത്തലത്തിൽ ഇവരെ ഇത്രയും കാണിച്ച ശേഷം ആ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്യും. അത് പോലീസ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം പോലീസ് ഈ ആംബുലൻസിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പോലീസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാർ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ പോലീസ് സേന ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരും കാണിച്ച് പാർട്ടി നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ആൾക്കാരെ മുഴുവൻ കാണിച്ചതിന് ശേഷം മാത്രമേ VS മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്നാണ് പാർട്ടി നേതാക്കൾ അറിയിച്ചത്. വരുന്ന ആൾക്കാരെ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. കുറച്ചുപേർ ഇനി വരുന്ന കുറച്ചുപേർ ഒരുപക്ഷെ VS കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർക്കിനിപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ VS വീട്ടിലേക്ക് പോയാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ബന്ധുക്കളടക്കമുള്ളവർ AKG സെന്ററിലാണ് ഉള്ളത്. നേതാക്കന്മാരെല്ലാം AKG സെന്ററിലാണ് ഉള്ളത്. അവർക്ക് VS ഇവിടുന്ന് കൊണ്ടുപോയ ശേഷം വീട്ടിലേക്ക് എത്തിച്ച ശേഷം വേണം, രാത്രി അവിടെ വെച്ച ശേഷം വേണം നാളെ രാവിലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഒരുക്കാൻ. അത് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. VS വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം വരും എന്ന് കരുതി VS വീട്ടിൽ പോലീസ് സന്നാഹം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ അടക്കം ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 9 മണിയോടുകൂടി പൊതുദർശനത്തിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം പോലീസ് യോഗം ചേർന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ടും കയറ്റിവിടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു. ഗതാഗത കുരുക്കുണ്ടാകും എന്നവർ ആശങ്കപ്പെടുന്നു. കാരണം ഇന്ന് രാത്രിയിലെ തിരക്ക് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള മാത്രം ആൾക്കാരാണ്. അത് നാളെ രാവിലെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ കൂടി വരും. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരാൻ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ടുള്ള നേതാക്കന്മാരായിരിക്കും. പക്ഷേ VS വൈകാരികമായ ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാ ജില്ലകളിലും VS വൈകാരികമായ ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട്. അവർ VS ആലപ്പുഴയിൽ വരുന്നവരെ കാത്തിരിക്കാൻ ചിലപ്പോൾ തയ്യാറായേക്കില്ല.
നേരത്തെ വി എസിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അതുകൊണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ 3:20 വി എസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 4 മണിയോടുകൂടി ഔദ്യോഗിക അറിയിപ്പ് പല ജില്ലകളിൽ നിന്ന് ആൾക്കാർക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാളെ ഇതിലും വലിയ ജനക്കൂട്ടമായിരിക്കും. പിന്നീട് വിലാപയാത്ര ഇവിടുന്ന് ഹൈവേ വഴിയാണ്, ദേശീയപാത വഴിയാണ് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ജനത്തിരക്ക് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. എന്തായാലും വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ 102 വയസ്സുള്ള ജീവിതത്തിനിടയിൽ നേടിയെടുത്തിട്ടുള്ള ജനപ്രീതി, അത് അദ്ദേഹം എന്തിനൊക്കെ വേണ്ടിയാണോ പോരാടിയത് ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്, കട്ടായി പോവുകയാണ്, പറയുന്നത് ക്ലിയർ ആവുന്നില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ പൊതുദർശനം അവസാനിപ്പിക്കും. അതിനുശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മൃതദേഹം പുറത്തേക്കിറക്കും. ഇപ്പോഴും എത്രയോ ആളുകൾ അവിടെ വി എസിനെ കാണാനാകാതെ പുറത്ത് വളരെ നിരാശയോടുകൂടി തന്നെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മുദ്രാവാക്യ വിളികൾ തുടരുകയാണ്. സേഫ് തുടരുന്നുണ്ട്. സേഫ് അവിടെ എത്തി എല്ലാവർക്കും വ്യക്തിപരമായോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ വി എസിന്റെ പരിചയം ഉണ്ടാകില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, ഇടപെടലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അവർക്ക് ഓരോരുത്തർക്കും അദ്ദേഹവുമായി ഒരു ഇഴയടുപ്പം ഉണ്ടായിട്ടുണ്ടാവുക. അത്രമേൽ നമ്മുടെ തലമുറയെ, ഓരോ തലമുറയും വി എസ് സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അത് എത്ര ആഴത്തിലാണ് എന്നതിപ്പോൾ ആ ഒരു ജനപ്രവാഹത്തിൽ നിന്ന് വ്യക്തമാവുകയല്ലേ? അതെ, ഇവിടെ വി എസിനെ കാണാൻ വരുന്ന ആൾക്കാർക്കൊന്നും വി എസിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിചയം ഉണ്ടാകില്ല. പക്ഷേ വി എസ് നടത്തിയ പോരാട്ടങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഓരോ ജീവിതത്തിലും ഓരോ സാഹചര്യങ്ങളിലും ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത് ഇപ്പോ ഇവിടെ വരുന്ന ഈ ക്യൂ നിന്ന് വി എസിനെ കാണാൻ വേണ്ടി എത്തുന്ന സ്ത്രീകളുണ്ട്, യുവതികളുണ്ട്. അവരുടെ എല്ലാം എന്തുകൊണ്ട് വി എസിനെ, ഈ 102 വയസ്സുള്ള മനുഷ്യൻ 6 വർഷമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലില്ല, പക്ഷെ എന്തുകൊണ്ട് വി എസിനെ അവർ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം ദിവ്യ ചോദിച്ച പോലെ എന്തിന് വി എസിനെ കാണാൻ വേണ്ടി അവർ വരുന്നു? അവർക്ക് വി എസിന് വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിൽ അറിയില്ല. പക്ഷേ വി എസ് നടത്തിയ, സ്ത്രീകൾക്ക് വേണ്ടി വി എസ് നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ വി എസ് നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രം എഴുതാതെ എന്തായാലും കേരളത്തിന്റെ ചരിത്രം അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം അമ്മാതിരി ഫൈറ്റ് വി എസ് അച്യുതാനന്ദൻ സ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അത് കോടതികൾ കയറിയിറങ്ങി നടത്തിയിട്ടുണ്ട്, പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തിയിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞിട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. പല നേതാക്കന്മാരുടെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ പ്രകൃതിക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. തന്റെ 80-ാമത്തെയോ 82-ാമത്തെയോ ഒക്കെ വയസ്സിലാണ് വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ മതികെട്ടാൻ മല കയറുന്നത്. അവിടെ കയ്യേറ്റമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ചില കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞതിന് ശേഷം വി എസ് അച്യുതാനന്ദൻ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ മല കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഈ അട്ടകടിക്കൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അട്ടകടിച്ച വി എസ് മുണ്ട് ജസ്റ്റ് ഉയർത്തി ആ അട്ടയെ പിടിച്ചു മാറ്റുന്ന വി എസിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ പ്രതികൃതിക്ക് വേണ്ടി വി എസ് നടത്തിയ പോരാട്ടമാണ് അത്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന വി എസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിയമസഭയിൽ മാത്രമല്ല, വി എസിനെ കോടതിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വി എസിനെ കോടതിയിൽ. ഏതാണ്ട് 96-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി 2ാമത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കൊറോള വാഹനമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ വാഹനത്തിൽ വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി വന്ന്
ആ കോടതിയുടെ 1-ാം നിലയിൽ നിന്ന് ലിഫ്റ്റിൽ കയറി സ്റ്റെപ്പ് കയറാൻ കഴിയുന്ന ഒരു ശാരീരികാവസ്ഥയല്ല അന്ന് VS-ന്. ആ സമയത്ത് ലിഫ്റ്റ് കയറി വിജിലൻസ് കോടതി ജഡ്ജിന് മുന്നിൽ വന്ന് സൈഡിലായിട്ട് ഇരിക്കുന്ന VS-നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് 2ാമത്തെ കേസായിട്ടാണ് പരിഗണിച്ചത്. ഇങ്ങനൊരു ഹർജി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് VS ആണ് ആ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നത്. അത് അഴിമതിക്കെതിരായ VS-ന്റെ പോരാട്ടമാണ്. VS-ന്റെ അത് ഒരു പോരാട്ടം മാത്രമാണ്. ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. VS അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ പോരാട്ടമാണ്. VS അങ്ങനെ പല വിഷയങ്ങളിലും VS നടത്തിയ പോരാട്ടം അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്നേഹമാണ് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഒന്നും ഇവരുടെ സ്നേഹം അവർക്ക് ോടുള്ള സ്നേഹമായി നമുക്ക് കാണാം. ഈ മനുഷ്യന്മാരെല്ലാം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ദൃശ്യം കാണുന്നുണ്ടാവും. ഈ മനുഷ്യന്മാരെല്ലാം ഏതാണ്ട് വൈകുന്നേരം VS-ന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മുതൽ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ വരുന്ന ഈ ക്യൂ നിന്ന് പോകുന്ന ആൾക്കാരെല്ലാം മുദ്രാവാക്യം വിളിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഈ ആൾക്കാർ, ഈ 2 ആൾക്കാർ അവരിപ്പോൾ കൂടെ വന്നേറിയതല്ല, അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, മുഷ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അത് VS-നോടുള്ള അവരുടെ ഒരു സ്നേഹമാണ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും VS-ന് മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി വേലിക്കകത്ത് വീട്ടിലേക്ക് പോവും. രാവിലെ 9 മണിവരെ അവിടെ അദ്ദേഹം പ്രദർശനത്തിന് വെക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സേഫാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ AKG സെന്ററിനകത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അകത്തുണ്ട്, ടീച്ചറുണ്ട്. അധികം വൈകാതെ തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം ആംബുലൻസ് വഴി വേലിക്കകത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അവിടെ AKG സെന്ററിനകത്തേക്ക് കയറാനുള്ള ഒരു അനുമതി ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും അകത്തോട്ട് പ്രവേശനമില്ല എന്ന് തോന്നുന്നു. മൃതദേഹം പുറത്തേക്കിറക്കാനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? ദിവ്യ, തീർച്ചയായും എന്തായാലും CPM പ്രതീക്ഷിച്ചതിലും അപ്പുറം ജനങ്ങളാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ പഴയ AKG സെന്ററിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ VS-ന്റെ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റും.